മേപ്പള്ളി പ്രദേശവാസികളെ, ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസനങ്ങളും മറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഓരോ നേതാക്കന്മാരുമായി പ്രസംഗിച്ചു കഴിഞ്ഞു. ചിലപ്പോൾ അതിൽ കേൾക്കാത്ത ചില വിട്ടുപോയ ചില കാര്യങ്ങളൊക്കെ അതുമുണ്ട് നമ്മുടെ ഇടതുപക്ഷ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇടതുപക്ഷ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ പറയുമ്പോൾ നമ്മളുടെ എതിർകക്ഷികളിൽ നിന്ന് അല്ലെങ്കിൽ യു ഡി എഫിന്റെ ആളുകളിൽ നിന്ന് കേൾക്കാത്ത സർക്കാരിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഞാൻ ഇവിടെ സംസാരിക്കുന്നത് പ്രവാസി സംഘത്തിന്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലക്കാണ്. പ്രവാസികളെ ചേർത്ത് പിടിച്ച ഒരു സർക്കാരിനെ കുറിച്ച് നിങ്ങൾ നല്ലപോലെ അറിയേണ്ടതുണ്ട്. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത വിധത്തിൽ നല്ല മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത കേരള പ്രവാസികൾക്ക് വേണ്ടിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ നടത്തി മുന്നോട്ട് പോവുകയാണ്. എന്ന് വെച്ചാൽ ഈ 10 വർഷത്തോളം ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേറുന്നതിന് മുമ്പേ, അതിൻ്റെ ഒരു 5 വർഷം മുമ്പേ ഇടതുപക്ഷ സർക്കാർ തന്നെ പ്രഖ്യാപിച്ചാണ് പ്രവാസികൾക്കൊരു പെൻഷൻ പദ്ധതി. എന്ന് വെച്ചാൽ ഒരു 2 വർഷം വിദേശത്ത് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് 5 വർഷം മുമ്പോ 10 വർഷം മുമ്പോ എങ്ങനെയാണെങ്കിലും ആ ജോലി ചെയ്ത ആൾക്ക് പാസ്പോർട്ടിൽ 2 വർഷത്തെ രേഖ ഉണ്ടെങ്കിൽ മിനിമം 3000 രൂപ മുതൽ 7000 രൂപ വരെ പെൻഷൻ ഉണ്ട്. ഇന്ത്യയിൽ മറ്റൊരിടത്തും ഒരു പെൻഷനും ഇങ്ങനെയില്ല. നമ്മൾ വർദ്ധിപ്പിച്ച പെൻഷന് 2000 രൂപൻ്റെയും 1600 രൂപൻ്റെയും ഒക്കെ കാര്യങ്ങൾ പറയാറുണ്ട്. അത് പറയുന്നുണ്ട്, എല്ലാവർക്കും അത് അറിയുകയും ചെയ്യാം. എന്നാൽ ഇത് കുറച്ച് ആളുകൾക്ക് അറിയാതെ പോകുന്നൊരു വിഷയമാണ് പ്രവാസികളുടെ പെൻഷൻ. 3000 രൂപ എന്ന് പറഞ്ഞത് ചുരുങ്ങിയ പെൻഷനാണ്. അത് 5 വർഷത്തിൽ കൂടുതൽ അതിനെ അംശാദായം അടക്കുന്നവർക്ക് 7000 രൂപ വരെ ഇന്ന് പെൻഷൻ കിട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ നാടുകളിലുണ്ട്. ഇത് UDFന്റെ ആളുകൾ പറയില്ല, ഒരാളെ അറിയിക്കില്ല, ഒരു ക്ഷേമനിധിയിലേക്ക് ഒരാളെ അംഗത്വം ചേർത്തില്ല. കാരണം അവിടെ ഇടതുപക്ഷ സർക്കാരിന്റെ പുരോഗതികളും വികസനങ്ങളുമാണല്ലോ അതിൽ പെടുന്നത്. അപ്പോൾ നമ്മൾ ഓമശ്ശേരിയായിട്ട് ബന്ധപ്പെട്ടിട്ട് മങ്ങാട് വെച്ചിട്ടൊക്കെ ഒരുപാട് ആളുകൾ എൻ്റെ ക്ഷേമനിധിയിലേക്ക് അംഗത്വം ചേർത്താൻ ഇവിടെ ഈ നാട്ടിലുള്ള പല ആളുകളും അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത്, അതുപോലെ തന്നെ നോർക്ക കെയർ ഇൻഷുറൻസ്, അതും പ്രവാസികൾക്ക് വേണ്ടി കേരള സർക്കാർ ചെയ്തിട്ടുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ്. അതിപ്പോൾ ഈ മാസം 30-ാം തീയതി വരെ ഉള്ളൂ. അത് പ്രവാസിയായിട്ടുള്ള ഒരാൾ, ഇപ്പോൾ പ്രവാസികൾ എന്ന് പറയുമ്പോൾ ഞാൻ ഗൾഫിലൊന്നും പോയിട്ടില്ലല്ലോ, ഞാൻ ആന്ധ്രയിലും മറ്റും മറിച്ചൊക്കെ ആയിട്ട് അവിടെയൊക്കെ ആയിട്ടാണല്ലോ ജോലി ചെയ്ത് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. എന്നാൽ കേരളത്തിന്റെ പുറത്ത് എവിടെ ഏത് സംസ്ഥാനത്ത് ജോലി ചെയ്താലും അത് പ്രവാസിയുടെ ഗണത്തിലാണ്. ഈ ഇൻഷുറൻസ് പദ്ധതിയും ഈ പെൻഷൻ പദ്ധതിയും ഒക്കെ ഈ അന്യസംസ്ഥാനത്ത് ജോലി ചെയ്ത ആളുകൾക്കും ഉണ്ട്. അതാർക്കും അറിയാത്തൊരു കാര്യമാണ്. അതൊക്കെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ചെയ്യുന്നൊരു വികസനമായിട്ടുള്ളൊരു പദ്ധതിയാണ്. അതിലൊന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നോ മറ്റ് ഏതെങ്കിലും വകയായിട്ട് 1 രൂപ പോലും കിട്ടുന്നില്ല. കേരള സർക്കാർ മാത്രം എടുത്ത് ചെയ്യുന്ന ഒരു പരിപാടിയാണത്, പദ്ധതിയാണത്. കാരണം ഒരു എയർപോർട്ടിൽ കയറി ഇറങ്ങുന്ന സമയത്ത് കേന്ദ്രത്തിലേക്ക് നല്ലൊരു വിഹിതം നമ്മളൊക്കെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. ലക്ഷക്കണക്കിന് കോടി രൂപ ഇന്ന് കേന്ദ്ര സർക്കാർ അതൊക്കെ കയ്യിൽ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി നമ്മുടെ കേരള പ്രവാസി സംഘം എന്ന സംഘടന ഡൽഹിയിൽ പോയിട്ട് വരെ മാർച്ചും പ്രതിഷേധങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് അത്തരം കാര്യങ്ങൾ 1 രൂപ പോലും കേന്ദ്രത്തിന്റെ കയ്യിൽ കിട്ടാതെയാണ് കേരള സർക്കാർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ പ്രവാസിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാൻ കാരണം, മറ്റുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ പല നേതാക്കന്മാരും നമ്മൾ വിഭാവനം ചെയ്ത ഏരിയ സെക്രട്ടറി ബാബേട്ടനും മറ്റുള്ള ആളുകളും ഒക്കെ ഇവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളോടൊക്കെ നിങ്ങൾ ഓർമ്മയിൽ വേണം. നിങ്ങൾ വോട്ടിനെ തേടി ഓരോ വീടുകൾ കയറി ഇറങ്ങുമ്പോൾ ഒരു 3 വീടുണ്ടെങ്കിൽ ഒരു 2 വീട്ടിലെങ്കിലും പ്രവാസികൾ ഇല്ലാതെ ഉണ്ടാവില്ല. അപ്പോൾ ചില ആളുകൾക്ക് പറയും, ഞാൻ 10 വർഷം മുമ്പ് നിന്നതാണ്, 20 വർഷം മുമ്പ് ഗൾഫ് പോയി വന്നത്, അത് മതി, ക്യാൻസലായി പോയ പാസ്പോർട്ട് മതി. അതിൽ 2 കൊല്ലം നിന്നൊരു രേഖ പാസ്പോർട്ടിൽ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രവാസി സംഘത്തിന്റെ ആളുകൾ ഇവിടെ ഒരുപാടുണ്ട്. അവരായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് പദ്ധതി ചേർത്തിട്ട് 60 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ, അല്ല 60 വയസ്സ് ചേരുകയാണെങ്കിൽ 65 വയസ്സായി കഴിഞ്ഞാൽ പെൻഷൻ വാങ്ങാനുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ പ്രവാസി സംഘത്തിന് ആളുകൾ ബന്ധപ്പെട്ട് ചെയ്തു കൊടുക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വോട്ട് പിടിക്കാൻ വേണ്ടി വോട്ട് ചോദിച്ച് ഓരോ വീടുകളിൽ കയറി ഇറങ്ങുന്ന സമയത്ത് അവരെ ഓർമ്മയിലേക്ക് ശ്രദ്ധയിലേക്ക് നിങ്ങളൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നേതാക്കന്മാരോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ വാർഡിൽ മത്സരിക്കുന്ന രാധാകൃഷ്ണൻ, അതിപ്പോൾ മേപ്പള്ളിക്കാരെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. രാധാകൃഷ്ണന്റെ സ്ഥാനാർത്ഥി ഇവിടെ കിട്ടിയത് തന്നെ. അപ്പോൾ നിങ്ങളെല്ലാവരും രാധാകൃഷ്ണനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം. അതുപോലെ LDF സ്ഥാനാർത്ഥികളെ മുഴുവൻ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.